വെൽക്കം ടു മൈ ചാനൽ ദ ലേഡി പ്രോഫറ്റ്. ഇന്നത്തെ റീഡിംഗ് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നവരാണെങ്കിൽ, അതായത് നിങ്ങളുടെ ഒരു ലൈഫ് സ്റ്റൈലും നിങ്ങളുടെ ഡെയിലി റൊട്ടീനും എല്ലാം മാറ്റി മറ്റൊന്നിലോട്ട് നിങ്ങൾ കണക്റ്റ് ആവാൻ നോക്കുന്നുണ്ടെങ്കിൽ ആ ഒരു മാറ്റം നിങ്ങളുടെ ഭാവി ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പലരും സ്പിരിച്വൽ പ്രാക്ടീസൊക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡെയിലി റൊട്ടീനൊക്കെ കംപ്ലീറ്റ് മാറ്റി മറ്റേതെങ്കിലും പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയവരായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള റീഡിംഗ് ആണ്. അതിനുവേണ്ടി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ ഞാനിവിടെ 2 കാർഡ്സ് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് പൈൽ എന്ന് പറയുന്നത് സണ്ണാണ്, സെക്കൻഡ് കാർഡ് സ്റ്റാർ. ഇതിലേതാണോ നിങ്ങൾക്ക് ഇൻറ്റ്യൂട്ടീവ്ലി കണക്ഷൻ തോന്നുന്നത് അത് സെലക്ട് ചെയ്യുക. ശേഷം റീഡിങ് കാണാം. പൈൽ നമ്പർ 1ൻ്റെ റീഡിങ്ങിലോട്ട് പോവാം. പിത്ത എന്ന് പറയുന്ന കാർഡാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. പിന്നെ തപസ് എന്ന് പറയുന്ന കാർഡാണ് വന്നിട്ടുള്ളത്. ഇതിൽ ബോട്ടം ഓഫ് ദി ഡെക്ക് നോക്കുന്നില്ല. ഇതിൽ സ്പിരിച്വൽ കാർഡ്സ് 2 കാർഡ്സാണ് എടുത്തിട്ടുള്ളത്. സെവൻ ഓഫ് കപ്സ്, Knight of Pentacles, Emperor, Nine of Cups, Three of Cups, Three of Cups reverse ആണ് വന്നിട്ടുള്ളത്. Sun, Hierophant, Justice, Strength, Two of Pentacles, Knight of Swords, Seven of Swords, Queen of Swords, The Lovers. Bottom of the deck വന്നിരിക്കുന്നത് Nine of Wands ആണ്. പൈൽ നമ്പർ 1ൻ്റെ റീഡിങ്ങിലോട്ട് പോവാം. ഇതൊക്കെയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡ്സ്. ഫസ്റ്റ് ഞാൻ എടുത്തത് 2 സ്പിരിച്വൽ കാർഡ്സാണ്. അതിൽ വന്നിരിക്കുന്നത് പിത്ത എന്ന് പറയുന്ന കാർഡും തപസ് എന്ന് പറയുന്ന കാർഡുമാണ് വന്നിരിക്കുന്നത്. ഇതിൽ പിത്ത എന്ന് പറയുന്ന കാർഡ് സൂചിപ്പിക്കുന്നത് നമ്മുടെ ശരീരപ്രകൃതിയെയാണ് സൂചിപ്പിക്കുന്നത്, ആരോഗ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. പിത്ത എന്ന് പറയുന്ന കാർഡ് ആയുർവേദമാണ് ഇതിൽ വരുന്നത്. ഈ ഒരു സ്പ്രെഡിൽ ഈ ഒരു ഡക്കിൽ എന്ന് പറയുന്നത് കുറച്ച് കാർഡ്സ് തരംതിരിച്ച് വെച്ചിട്ടുണ്ട്. സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞും പിന്നെ യോഗ എന്ന് പറഞ്ഞും ആയുർവേദ എന്ന് പറഞ്ഞും അങ്ങനെ പല ടൈപ്പിൽ ഈ ഒരു ഡക്കിൽ പല കാർഡ്സ് വരുന്നുണ്ട്. അതിൽ ആയുർവേദം എന്ന് പറയുന്നൊരു കാർഡ്സിൽ വരുന്നതാണ് പിത്ത എന്ന് പറയുന്നത്. നമ്മുടെ ശരീരപ്രകൃതി, കഫം പിത്തം എന്നുള്ള ആ ഒരു ശരീരപ്രകൃതി ഉണ്ടല്ലോ, അതിൽ പിത്ത എന്ന് പറയുന്നതാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. പിന്നെ വന്നിരിക്കുന്നത് തപസ് എന്ന് പറയുന്ന കാർഡാണ്. ഇതൊരു യോഗനെ കാണിക്കുന്നതാണ്. അതായത് നിങ്ങളിപ്പോൾ ഏത് യോഗ തലത്തിലുള്ളതാണ് എന്നാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇത് രണ്ടും ആദ്യം റീഡ് ചെയ്യാം. അതിനുശേഷം ഇത് ബാക്കിയുള്ള കാർഡ്സുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം. പിത്ത എന്ന് പറയുന്ന കാർഡ് കാണിക്കുന്നത് നിങ്ങൾക്ക് കൃത്യമായ ഒരു പോയിന്റിലാണ് നിങ്ങൾ ഉള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ജന്മ ഉദ്ദേശം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങളുടെ ഉള്ളിലുള്ള ശക്തി എന്താണെന്നും നിങ്ങളുടെ ആ ഒരു ഇന്നർ പവർ ഉണ്ടല്ലോ അതെന്താണെന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ കൃത്യമായി വെളിപ്പെട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അത് മേ ബി ആരെങ്കിലും വഴിയായിരിക്കാം നിങ്ങൾക്ക് മനസ്സിലായത്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ പല സ്പിരിച്വൽ പ്രാക്ടീസൊക്കെ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായതായിരിക്കാം. അപ്പോൾ നിങ്ങളിപ്പോൾ ഉള്ള ഒരു പോയിൻ്റ്, ഇപ്പോൾ ഏതാണോ നിങ്ങൾ ചെയ്യുന്നത്, എന്താണോ നിങ്ങൾ കണ്ടുപിടിച്ചത്, എന്തിനു വേണ്ടിയാണോ നിങ്ങൾ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ലക്ഷ്യം, ഒരു ലക്ഷ്യം നിങ്ങൾക്ക് ഇപ്പം വന്നിട്ടുണ്ടാവാം, അത് നിങ്ങളുടെ കറക്റ്റ് പോയിൻ്റ് ആണ് എന്നാണ് മനസ്സിലാക്കുന്നത്.
മനസ്സിലാവുന്നത്. ആ ഒരു പോയിൻ്റ് തന്നെ പിടിക്കണം എന്നുള്ളതാണ്. കാരണം അതാണ് നിങ്ങളുടെ റൈറ്റ് ആയിട്ടുള്ള കാര്യം എന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അതിലൂടെ നിങ്ങളൊരു നേതൃത്വ പദവിയിലോട്ടേക്ക് വരണം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതായത് നിങ്ങൾ ഇത്രയും കാലം ആർജിച്ചെടുത്ത അറിവുകളും നിങ്ങളുടെ ശക്തിയും എന്താണെന്ന് മറ്റുള്ളവരെ കാണിക്കേണ്ട ഒരു സമയമായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഇത്രയും കാലം എന്തൊക്കെ ചെയ്തോ, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇത്രയും കാലം എന്തൊക്കെ ചെയ്തു, അതായത് സ്പിരിച്വൽ പ്രാക്ടീസസ്, അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ എന്തൊക്കെയാണോ നിങ്ങൾ ചെയ്തത് അതിൻ്റെയൊക്കെ ഭാവിയിൽ വരാനിരിക്കുന്ന ഫലമാണിത്. അതായത് ഇപ്പം നിങ്ങൾ ആ കറക്റ്റ് പോയിന്റിലാണുള്ളത്. ഭാവിയിൽ നിങ്ങൾക്ക് ഒരു നേതൃത്വ പദവിയിലോട്ടേക്ക് വരാൻ പറ്റും. മറ്റുള്ളവർക്ക് നിങ്ങളുടെ അറിവുകളും നിങ്ങൾ എന്തൊക്കെയാണോ നിങ്ങൾക്കുള്ളിലുള്ളത് അതൊക്കെ നിങ്ങൾക്ക് വെളിപ്പെടുത്തി കൊടുക്കേണ്ട ഒരു സമയമായിട്ടാണ് മനസ്സിലാവുന്നത്. അതുവഴി മറ്റുള്ളവർക്കും ഗുണമുണ്ടാക്കുന്ന എന്തോ ഒരു കാര്യത്തിലോട്ടേക്കാണ് നിങ്ങൾ വരേണ്ടതെന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഈ ഒരു പിത്ത കാർഡ് പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലെ ഈ പഞ്ചഭൂതങ്ങളുണ്ടല്ലോ, നമ്മുടെ ശരീരം പഞ്ചഭൂതങ്ങൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണ്. മണ്ണും പഞ്ചഭൂതവും കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണ് നമ്മളെന്ന് പറയുന്നത്. അപ്പം ഇതിൽ വരുന്നത് പഞ്ചഭൂതങ്ങളിൽ തീയും ജലവും, ഈ രണ്ട് കാര്യങ്ങളും കൂടി ചേർന്നാണ് പിത്തം എന്ന് പറയുന്ന ഒരു ശരീരപ്രകൃതിയിൽ ഉണ്ടാവുന്നത്. അതായത് ഓരോരോ ആൾക്കാരും പല ശരീരപ്രകൃതി ആയിരിക്കും. ചിലർ കഫായിരിക്കാം, ചിലർ പിത്തയായിരിക്കാം, അങ്ങനെ പല ഒരു കാറ്റഗറിയിൽ പെട്ട ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങളുടെ മുന്നിട്ട് നിൽക്കുന്ന കാര്യം എന്ന് പറയുന്നത് പിത്തപ്രകൃതിയാണ് നിങ്ങൾക്കുള്ളത്. അപ്പം അതെന്ന് പറയുന്നത് ജലവും അഗ്നിയും കൂടി ചേർന്നിട്ടാണ് ആ ഒരു പിത്തപ്രകൃതി കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലെ അഗ്നി വന്ന് തുടങ്ങി എന്നാണ് മനസ്സിലാവുന്നത്. അഗ്നി എന്ന് പറയുന്നത് നിങ്ങളുടെ പാഷനാണ്, പേർപ്പസാണ്, അതിലോട്ട് നിങ്ങൾ കണക്റ്റായി എന്നാണ് മനസ്സിലാവുന്നത്. പക്ഷെ ആ സമയത്ത് നിങ്ങളുടെ ഉള്ളിലെ ജലത്തെ മറന്നു പോകരുതെന്നുണ്ട്. ജലം എന്ന് പറയുന്നത് ഇമോഷനാണ്. അതായത് ഇമോഷനെ മറന്നു പോകരുത് എന്ന് ഇതിവിടെ കിട്ടിയിട്ടുണ്ട്, ഒരു ഗൈഡൻസ്. അതായത് നിങ്ങൾ നിങ്ങളുടെ പാഷനിലോട്ടേക്ക് കടക്കുമ്പോൾ, നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് കടക്കുമ്പോൾ കറക്റ്റ് പോയിന്റിലാണുള്ളത്. അപ്പോൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ കടക്കുമ്പോൾ അതിൽ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാവും. കാരണം അത് നിങ്ങളുടെ റൈറ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഇമോഷനെ ബാലൻസ് ചെയ്യാൻ പഠിക്കണം എന്നുള്ള ഇതിവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞിട്ടുള്ളത്. ആ ജലത്തെ മറക്കരുതെന്ന് ഇവിടെ പ്രത്യേകം കാണിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡ് തപസ് എന്ന് പറയുന്ന കാർഡാണ്. ഈ ഒരു തപസ് എന്ന് പറയുന്ന കാർഡിൽ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അത് പാർവതി ശിവനെ എങ്ങനെയാണ് ഭർത്താവായി സ്വീകരിച്ചത് അതിനു വേണ്ടി പാർവതി എന്തൊക്കെ കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഇതാണ് ഇവിടെ വരുന്നത്. അതായത് പാർവതി തപസ് ചെയ്തതും ആ യോഗതലത്തിലൂടെ പൂർണ്ണമായും കടന്നുപോയതും അങ്ങനെയൊക്കെയുള്ള തന്ത്രവിദ്യകളും അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. പക്ഷേ സമയപരിമിതി മൂലം ഞാൻ അതൊന്നും ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇവിടെ കാണിക്കുന്നത് നിങ്ങളുടെ കുണ്ടലിനി ഉണർത്തുക എന്നുള്ളതാണ്. അതായത് സുഷുമ്നാ നാഡി വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ശരീരത്തെയും നിങ്ങളുടെ മനസ്സിനെയും ആത്മാവിനെയും ഒക്കെ പുനഃസൃഷ്ടിക്കാൻ പറ്റും എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ തരുന്നത്. അതിനുവേണ്ടി നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് യോജിച്ച ഓരോ ശരീരത്തിനും ഓരോ ആത്മാവിനും യോജിച്ചിട്ടുള്ള മെഡിറ്റേഷൻ ഉണ്ട്. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഏതാണോ കറക്റ്റായിട്ടുള്ള ധ്യാന വിദ്യ എന്നുള്ളത് കണ്ടുപിടിച്ച് ആ ഒരു കാര്യം ഫോളോ ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ വന്നിട്ടുള്ളത്. അത് നിങ്ങൾക്ക് മെഡിറ്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ നിങ്ങളുടെ പേർപ്പസിലോട്ടേക്ക് കടക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി എന്ന് ഞാൻ പറഞ്ഞു നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ലക്ഷ്യത്തിലാണോ ഇപ്പോൾ തൊട്ടിട്ടുള്ളത് ആ ലക്ഷ്യം തന്നെയാണ് നിങ്ങളുടെ റൈറ്റ് ആയിട്ടുള്ള കാര്യം. അതിലോട്ടേക്ക് നിങ്ങൾക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശ്രദ്ധ വേണം, ഫോക്കസ് വേണം. ആ ഫോക്കസിനാണ് അവിടെ തപസ് പറഞ്ഞിരിക്കുന്നത്, മെഡിറ്റേഷൻ പറഞ്ഞിരിക്കുന്നത്. അതായത് നിങ്ങൾ പുനർജനിക്കാനുണ്ട് എന്നുള്ളത്. പുനർജനനം എന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരത്തിലല്ല, ആത്മാവിലുള്ള ഒരു പുനർജനനത്തെയാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി മെഡിറ്റേഷൻ, ഏത് ധ്യാനവിദ്യയാണോ നിങ്ങൾക്ക് മാച്ചായിട്ട് വരുന്നത്, നിങ്ങളുടെ എനർജി വൈബ്രേഷൻ്റെ മാച്ചായിട്ട് വരുന്നത് അത് ചെയ്യുക. കുണ്ടലിനിയും അങ്ങനെയൊന്നും ആദ്യത്തെ ബിഗിനേഴ്സ് ഒന്നും അങ്ങനെ ചെയ്യാൻ പാടില്ല. മീൻസ് അവർക്ക് അതിൻ്റേതായ പ്രോബ്ലംസ് ഉണ്ടാകും. ഓരോരോ ആൾക്കും ഓരോ വിദ്യകളുണ്ട്. അത് ചിലർക്ക് ചില മെഡിറ്റേഷൻ ചെയ്ത് കഴിയുമ്പോൾ അത് അവർ വിചാരിച്ച ഫലം കാണുന്നില്ല, നേരെ ഓപ്പോസിറ്റ് റിസൾട്ടായിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ട് ഒരു ഗുരുവിൻ്റെ ഗൈഡൻസോടെ വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട്.
അപ്പോൾ നിങ്ങൾക്ക് ഈ ധ്യാനം എന്നുള്ളത് മെയിനായിട്ട് വന്നിട്ടുണ്ട്. മേ ബി അത് നിങ്ങൾ പേർപ്പസിലോട്ടേക്ക് കടക്കുന്നത് കൊണ്ടായിരിക്കാം, ആ ഒരു ഫോക്കസ് കിട്ടാൻ വേണ്ടി ആയിരിക്കാം ഇപ്പം ധ്യാനത്തിൻ്റെ ഇമ്പോർട്ടൻസ് കാണിക്കുന്നത്. നിങ്ങൾ ഇതുവരെ ചെയ്തു വന്നിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഭാവിയിൽ വരാൻ പോകുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ആ ഒരു സോൾ പേർപ്പസിലോട്ടേക്ക് കണക്റ്റ് ആവുന്നെന്നുള്ളതും അതിനു വേണ്ടി നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ധ്യാനമാണ്. ധ്യാനത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക എന്നുള്ളതാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്നത് നേതൃത്വ പദവി തന്നെയായിട്ടാണ് കാണിക്കുന്നത്. കാരണം ഇവിടെ ഹൈറോഫൻ്റ് വന്നിട്ടുണ്ട്, പിത്തയും വന്നിട്ടുണ്ട്, എംബ്രറും വന്നിട്ടുണ്ട്. ഇതൊക്കെ കാണിക്കുന്നത് നിങ്ങളുടെ നേതൃത്വത്തിലോട്ട് നിങ്ങൾ വരിക എന്നുള്ളതാണ്. അതേപോലെ ക്യൂൻ ഓഫ് സോഡ്സും കാണിക്കുന്നത് അത് തന്നെയാണ്, നിങ്ങളൊരു നേതൃത്വ പദവിയിലോട്ടേക്ക് വരിക എന്നുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മാറ്റം സ്റ്റേ ചെയ്യുന്ന ആളായിരിക്കും. അതായത് ഏതെങ്കിലും ഒരു ജോലിയിൽ മാത്രം സ്റ്റേ ചെയ്യുന്ന ആളായിരിക്കാം. അത്ര ഓപ്ഷൻസ് ഒന്നും ഇല്ല. പക്ഷേ പിന്നീട് വരുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും ഓഫേഴ്സൊക്കെ വരാൻ പോകുന്നുണ്ട്. പിന്നെ മുന്നേ ഒക്കെ നിങ്ങൾ എന്ന് പറയുന്നത് ഭയങ്കര സെലിബ്രേറ്റ് ചെയ്ത് നടക്കണം എന്നുള്ള ആഗ്രഹമുള്ള ആളായിരിക്കാം. അതായത് ഒരുപാട് കാര്യങ്ങൾ നേടണമെന്നും അത് ആഘോഷിക്കണമെന്നും എപ്പോഴും സന്തോഷത്തോടെ ജീവിക്കണമെന്നും അങ്ങനെയൊക്കെ ഉള്ള ആഗ്രഹങ്ങളുള്ള ഒരാളായിരിക്കാം. പിന്നെ ഒരുപാട് ആഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ട്, ഒരുപാട് മോഹങ്ങൾ എന്ന് പറയാം. അങ്ങനെ ഒരുപാട് ലസ്റ്റ് നിങ്ങൾക്കുണ്ട് എന്നുള്ളത് മുന്നേ അങ്ങനെ ഒരു എനർജി ആയിരുന്നു നിങ്ങൾക്ക്. പക്ഷേ നിങ്ങളുടെ ഇപ്പോഴുള്ള ബോധതല വികസനത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ മാറി വരുന്നുണ്ട്. നിങ്ങൾക്ക് ആ സെലിബ്രേഷൻ മൂഡൊക്കെ നഷ്ടപ്പെട്ട് വരുന്നുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. അതായത് നേടുന്നതിലൊന്നും ഒരു കാര്യമില്ല എന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അതാണ് ഇവിടെ 3 ഓഫ് കപ്സ് റിവേഴ്സ് വന്നിട്ടുള്ളത്. പിന്നെ 9 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, അത് നിങ്ങളുടെ ആഗ്രഹത്തെ കാണിക്കുന്നതാണ്. അതിന് താഴെ 2 ഓഫ് പെൻഡക്കിൾസ് വന്നിട്ടുണ്ട്. ഇതൊക്കെ ബാലൻസ് ചെയ്യാൻ നിങ്ങൾ പഠിക്കും എന്നുള്ളതാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ എന്തൊക്കെ ചെയ്തോ, ഇത്രയും കാലം നിങ്ങൾക്ക് മാറ്റങ്ങൾ വരാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെ നിങ്ങൾക്ക് വേണ്ടി ചെയ്തോ അതൊക്കെ നിങ്ങളെ ഇതിലോട്ടേക്കാണ് കൊണ്ടുവരുന്നത്. അതായത് ആഗ്രഹങ്ങളെ ബാലൻസ് ചെയ്യാൻ പഠിച്ചു എന്നുള്ളത്, അതായത് വിവേകം വന്നു എന്നുള്ളത്. വിവേകം വരുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തൊക്കെ വേണം എന്തൊക്കെ വേണ്ട എന്നുള്ളത്. അതായത് ഈ ആഘോഷങ്ങളിലോ കാര്യങ്ങളിലോ ഒന്നും ഒരു കാര്യമില്ല. നമ്മളെന്താണോ അസ്തിത്വത്തിലേക്ക് കണക്റ്റ് ആവുകയാണ് വേണ്ടതെന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് അവിടെ ബോധ്യപ്പെടും. നേടുന്നതൊന്നും ആഘോഷിക്കാനുള്ളതല്ല, അതൊക്കെ ജസ്റ്റ് നമുക്ക് ആ ഒരു സമയത്ത് മാത്രം ഉണ്ടാവുന്നതാണ്. അതായത് ഗീതയിൽ പറയുന്നത് പോലെ നീ നേടിയതെന്തെങ്കിലും നിൻ്റേതാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ല, അത് നിങ്ങൾക്ക് ആ ഒരു അല്ല എന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങളിലേക്ക് വരും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ നേടുന്നതിലൊന്നും ഒരു കാര്യമില്ല, നാളെ അത് മറ്റാരുടേതോ ആകേണ്ടതാണ് എന്നുള്ളത്. ഇന്ന് എൻ്റേത് നാളെ മറ്റാരുടേതോ ആണ് എന്നുള്ളത്. അത് ആ രൂപത്തിൽ മാത്രം എന്നല്ല, അത് വേറൊരു രൂപത്തിലോട്ടാക്കിയിട്ട് എനർജി അല്ലേ, എനർജി ഏത് രീതിയിൽ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ഇന്ന് നിങ്ങളുടേതായിട്ടുള്ളത് നാളെ ഏതെങ്കിലും രൂപത്തിൽ മറ്റൊരാളുടേതായി മാറേണ്ടതാണ് എന്നുള്ളൊരു തിരിച്ചറിവ് വരും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ നേടിയതൊന്നും ആഘോഷിക്കാനുള്ളതല്ല, ജസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യുക അത്രയേ ഉള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. അതാണ് റിവേഴ്സ് വന്നിരിക്കുന്നത് 3 ഓഫ് കപ്സ്. അപ്പോൾ ആ ഒരു തിരിച്ചറിവും ആ ഒരു നിങ്ങൾക്ക് തന്നെ ജസ്റ്റിസ് കിട്ടി എന്നുള്ളൊരു തോന്നലും നിങ്ങൾക്ക് വരും. അതായത് ഇത്രയും കാലം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നിങ്ങൾക്ക് ഒരു ന്യായവും ദൈവം തരുന്നില്ല എന്നുള്ളത്, നിങ്ങൾക്ക് നല്ലതൊന്നും ദൈവം തരുന്നില്ല എന്നുള്ളത്. പക്ഷേ നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടി, എല്ലാ ജസ്റ്റിസും എനിക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് വരും. പിന്നെ നിങ്ങൾ വരുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ റൈറ്റ് ആയിട്ടുള്ള ഒരു താന്ത്രിക് പാർട്ട്ണർ എന്നുള്ള ഒരു ഇതിലോട്ട് നിങ്ങൾ കണക്റ്റ് ആവാൻ പോകുന്നുണ്ട്. അതായത് നിങ്ങളുടെ ലൈഫിലോട്ടേക്ക് നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള താന്ത്രിക് പാർട്ട്ണർ വരുന്നുണ്ട്. ആ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ കണക്റ്റ് ആവാൻ പോകുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാവും. ആ വ്യക്തിയായിട്ട് കണക്റ്റ് ആവുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡി ഓപ്പൺ ആക്കാൻ പറ്റും. ബോഡി ഓപ്പൺ ആവുന്നതിലൂടെയാണ് ശരിക്കും നിങ്ങളുടെ പ്രാണശക്തിയൊക്കെ ഫ്ലോ ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തിയിലൂടെ ഒരു താന്ത്രിക് പാർട്ട്ണറാണ് നിങ്ങൾക്ക് വരുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ ഉള്ള നിങ്ങൾ ഏതെങ്കിലും റിലേഷൻഷിപ്പിലാണെങ്കിൽ അത് നിങ്ങളുടെ റൈറ്റ് ആയിട്ടുള്ള ആളാവാനുള്ള ചാൻസ് ഇവിടെ കുറവായിട്ടാണ് കാണിക്കുന്നത്. അതിനുശേഷം മേ ബി നിങ്ങളുടെ സോൾ പേർപ്പസിലോട്ടേക്ക് കണക്ട് ചെയ്ത് അത് ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ലൈഫിലോട്ടേക്ക് ഒരു താന്ത്രിക് പാർട്ട്ണറുടെ ഒരു എൻട്രി ഉണ്ട്. അപ്പോൾ ആ ഒരു സമയത്താണ് നിങ്ങൾക്ക് ശരിക്കും എല്ലാ കാര്യത്തിലും ജസ്റ്റിസ് കിട്ടുന്നത്. പക്ഷേ കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടാവും. ആ തടസ്സങ്ങളൊക്കെ ഫേസ് ചെയ്ത് വരണം എന്നുള്ളതാണ് ബോട്ടം ഓഫ് ദി ഡെക്ക് കാണിക്കുന്നത്, 9 ഓഫ് വോൺസ് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു ഒബ്സ്റ്റക്കിൾസൊക്കെ ഫേസ് ചെയ്ത് വരണം.
അത് അങ്ങനെയാണ്. നമ്മുടെ റൈറ്റ് ആയിട്ടുള്ള കാര്യത്തിൽ കണക്റ്റ് ആവുന്ന സമയം നമ്മളിൽ നിന്ന് കുറേ കർമാസമൊക്കെ ക്ലിയറായി പോകാറുണ്ട്. ആ കർമാസമൊക്കെ ശരിക്കും നമുക്ക് ആ സമയത്ത് ഭയങ്കര ബേർഡനായിട്ട് തോന്നും. നമുക്കത് ഡീൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. പക്ഷേ അതൊക്കെ തരണം ചെയ്ത് നിങ്ങൾ മുന്നിലോട്ട് വരുമെന്നാണ് മനസ്സിലാവുന്നത്. അതായത് ഈ ഒരു റീഡിങ്ങിൽ പറയുന്നതെന്ന് വെച്ചാൽ, അതായത് ഇത്രയും കാലം നിങ്ങളെ മാറ്റാൻ വേണ്ടി, നിങ്ങളെ നല്ലതിന് വേണ്ടി നിങ്ങൾക്ക് പ്രയോറിറ്റി കൊടുത്ത് നിങ്ങൾ എന്തൊക്കെ നിങ്ങൾക്ക് വേണ്ടി ചെയ്തോ അതൊക്കെ നിങ്ങളെ എന്തിലോട്ടേക്കാണ് കണക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് റീഡ് ചെയ്തത്. അത് നിങ്ങളെ കണക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഭാവിയിൽ നിങ്ങൾക്ക് അതിൽ കൊണ്ടുണ്ടാകുന്ന ഗുണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു നേതൃത്വ പദവിയിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതും, നിങ്ങൾ എല്ലാ രീതിയിലും ഒരു നല്ലൊരു ലൈഫിലേക്ക് കണക്റ്റ് ആവുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ആ നേതൃത്വ പദവി എന്ന് പറയുന്നത് നിങ്ങളുടെ സോൾ പേർപ്പസ് ആയിട്ടാണ് വരുന്നത്. അതായത് കൃത്യമായ ഒരു ലക്ഷ്യം നിങ്ങൾക്കിപ്പോൾ ഉണ്ട്. അത് നിങ്ങളുടെ റൈറ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആ ലക്ഷ്യത്തിലൂടെ തന്നെ മുന്നോട്ട് പോവുക. അതാണ് നിങ്ങളുടെ സോൾ പേർപ്പസ്, ലൈഫ് പേർപ്പസ് ഒക്കെ ആയിട്ട് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ഒന്നിനും ആഘോഷങ്ങൾക്കൊന്നും വലിയ കാര്യമൊന്നുമില്ല. നേടി തന്നായാലും നാളെ മറ്റാരുടേതോ ആകേണ്ടതാണെന്നുള്ള ബോധ്യം വരും. ആ സമയം ആഗ്രഹങ്ങൾക്ക് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ആഗ്രഹം കംപ്ലീറ്റ് ഇല്ലാതാകലല്ല, ആഗ്രഹങ്ങൾക്ക് മേലെ നിങ്ങൾക്കൊരു പിടി വരും. അത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ആ കൺട്രോളിങ് വരുമ്പോഴാണ് നമുക്ക് വിവേകം എന്ന് പറയുന്ന ഒരു ഭാഗം ഓപ്പണായി വരുന്നത്. ആ വിവേകത്തിൽ കണക്റ്റ് ആവുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. അതാണ് നിങ്ങൾക്ക് ഭാവിയിൽ വരാൻ പോകുന്നത്. അപ്പോൾ പൈൽ നമ്പർ 1 സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് ആണിത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആജ്ഞ, വാദ, ഈ 2 കാർഡാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. ബോട്ടം ഓഫ് ദ ഡെക്ക് നോക്കുന്നില്ല. 2 സ്പിരിച്വൽ കാർഡ്സാണ് എടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള കാർഡ്സ് നോക്കാം. കിങ് ഓഫ് കപ്സ്, 4 ഓഫ് കപ്സ്, സ്റ്റാർ, Eight of Cups, Knight of Wands, Hermit, ഇത് കംപ്ലീറ്റ് സ്പിരിച്വൽ കാർഡ്സ് ആണല്ലോ. 4 ഓഫ് സോഡ്സ്, ചാരിയറ്റ്, Ten of Pentacles, King of Pentacles, Queen of Cups, Page of Pentacles, Emperor, Devil, Ace of Swords. ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് എംപ്രസ് ആണ്. പൈൽ നമ്പർ 2ൻ്റെ റീഡിങ്ങിലോട്ട് പോകാം. ഇവിടെ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് 2 സ്പിരിച്വൽ കാർഡ്സാണ് ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത്. അതിൽ ആജ്ഞ എന്ന് പറയുന്ന കാർഡും വാദ എന്ന് പറയുന്ന കാർഡുമാണ് വന്നിട്ടുള്ളത്. വാദ എന്ന് പറയുന്നത് ഒരു ആയുർവേദ കാർഡാണ്. അതായത് ഈ ഒരു ഡെക്കിൽ കാർഡുകളെ പലതായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ സ്പിരിച്വാലിറ്റി ഉണ്ട്, യോഗയുണ്ട്, പിന്നെ ആയുർവേദയുണ്ട്. അതിൽ ആയുർവേദ എന്ന് പറയുന്നതിൽ വരുന്നതാണ് വാദ എന്ന് പറയുന്ന കാർഡ്. അത് ശരീരത്തെ കാണിക്കുന്നതാണ്. പിന്നെ ആജ്ഞ എന്ന് പറയുന്ന ഒരു കാർഡ് കൂടിയുണ്ട്. അത് ചക്രാസിനെയാണ് കാണിക്കുന്നത്. 3-ാം കണ്ണ്, തേർഡ് ഐ ആണ് കാണിക്കുന്നത്. അതായത് ഇതിൽ ഈ ഒരു ആജ്ഞ എന്ന് പറയുന്ന കാർഡ് ഫസ്റ്റ് നോക്കാം. ആജ്ഞ എന്ന് പറയുന്ന കാർഡിൽ വരുന്നത് തേർഡ് ഐ ആണ്. നിങ്ങൾക്കറിയായിരിക്കും, ഇല്യൂഷനൊക്കെ നമുക്ക് തേർഡ് ഐ വഴിയാണ് കിട്ടുന്നത്. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. ആ ഇല്യൂഷനെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതായത് ഇത് ആജ്ഞാചക്രമാണ് വന്നതെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ ട്യൂൺ ചെയ്യാനാണ് പറയുന്നത്. അതായത് ശരീരം പറയുന്നത് ശ്രദ്ധിക്കുക എന്നുള്ളത്.
നിങ്ങൾ നിങ്ങളുടെ മനസ്സ് പറയുന്നതായിരിക്കും ശ്രദ്ധിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല, ഇത് തേർഡ് ഐ ആണ് ഇവിടെ കാണിച്ചതെങ്കിലും ശരീരത്തെ ശ്രദ്ധിക്കാനാണ് പറയുന്നത്, ശരീരത്തെ ട്യൂൺ ചെയ്ത് വെക്കാനാണ് പറയുന്നത്. അതായത് നിങ്ങൾ എന്തിനെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ പോകുന്നു, ആരുടെയെങ്കിലും കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം നിങ്ങൾ എടുക്കാൻ പോകുമ്പോൾ അവിടെ നിങ്ങളുടെ ശരീരം അത് റിജക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. അതായത് നിങ്ങളുടെ സോളിന് പറ്റാത്ത ഒരു കാര്യം, നിങ്ങളുടെ എനർജി വൈബ്രേഷനുമായിട്ട് മാച്ച് ഇല്ലാത്ത ഒരു കാര്യം നമ്മുടെ ശരീരത്തിലാണ് നമ്മുടെ എനർജി വൈബ്രേഷൻ ഉള്ളത്. അതായത് നമ്മുടെ ശരീരത്തിനെ റിജക്റ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരും. നമുക്ക് വേണ്ടാത്ത ഒരു കാര്യമാണ് നമ്മളവിടെ ചെയ്യാൻ പോകുന്നതെങ്കിൽ, അതല്ലെങ്കിൽ നമുക്ക് യോജിച്ച ഒരാളോടല്ല നമ്മൾ കണക്ഷൻ ആയതെങ്കിൽ നമ്മുടെ ശരീരം അതിനെ റിജക്റ്റ് ചെയ്യാൻ നോക്കും. അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, നമ്മുടെ അടുത്തോട്ട് ഒരാൾ വരുന്നു. നമ്മുടെ അടുത്തോട്ട് ഈ ആൾ വരുമ്പോൾ നമ്മുടെ ശരീരം അതിനെ റിജക്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ ശരീരത്തെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ ശരീരം അവിടെ ഓപ്പണായി നമ്മളവിടെ നല്ല ഒരു മൂഡിലാണ് നമ്മളവിടെ നിൽക്കുന്നതെങ്കിൽ, ആ വ്യക്തിയെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് ഉണ്ടാവുന്നതെങ്കിൽ ശരീരം അതിനെ റിജക്റ്റ് ചെയ്യുന്നില്ല, ശരീരം ആ ഒരാളെ അക്സെപ്റ്റ് ചെയ്തു എന്നാണ് മീനിങ്. അതേസമയം ആ ആളെ കാണുമ്പോൾ നമുക്ക് അവിടെ ഒരു വല്ലായികയാണ് വരുന്നതെങ്കിൽ, നമുക്കവിടെ ഒരു ഫിയർ, ഒരു ഫ്രസ്ട്രേഷൻ, എന്തൊക്കെയോ പോലെ നമുക്കൊരു അസ്വസ്ഥതയാണ് അവിടെ വരുന്നതെങ്കിൽ നമ്മുടെ ശരീരം അതിനെ റിജക്റ്റ് ചെയ്യുന്നു എന്നാണ് അവിടെ മീനിങ്. ആ ഒരു റിജക്ഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ, മുന്നേ ഉള്ള ഈ വ്യക്തിയിൽ നിന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം വരുമ്പോഴാണ് ആ ഒരു ശരീരം അത് ബോഡി മെമ്മറി ആയിട്ട് സൂക്ഷിക്കുന്നുണ്ട്. അതായത് ഒരു വ്യക്തിയിൽ നിന്നും നമുക്ക് നിരന്തരം എന്തെങ്കിലും മോശം അനുഭവമാണ് ഉള്ളതെങ്കിൽ, അതല്ലെങ്കിൽ ആ വരുന്ന വ്യക്തിയിൽ നിന്ന് എപ്പോഴെങ്കിലും നമുക്കൊരു മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ശരീരം അതിനെ റിജക്റ്റ് ചെയ്യും. ഈ വ്യക്തിയെ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു വല്ലാത്ത ഒരു അസ്വസ്ഥത വരാൻ തുടങ്ങും. ഈ അസ്വസ്ഥത ശരീരത്തിൻ്റെ റിജക്ഷനെയാണ് കാണിക്കുന്നത്. ഈ റിജക്ഷൻ വരാനുള്ള കാരണം അവിടെ ആ വ്യക്തിയുമായിട്ട് അന്നുണ്ടായ വഴക്ക് അവിടെ ബോഡി മെമ്മറി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ വ്യക്തിയെ കാണുമ്പോൾ ഈ ബോഡി മെമ്മറി അവിടെ ഉണർന്നു വരും. അത് ഉണർന്നു വരുമ്പോഴാണ് ഈ അസ്വസ്ഥത നമ്മളിലേക്ക് വരുന്നത്. അതല്ല, നമുക്ക് എപ്പോഴും ഹാപ്പിനെസ് തരുന്ന ഒരു വ്യക്തിയാണ് നമ്മളുടെ അടുത്തേക്ക് വരുന്നതെങ്കിൽ അവിടെ നമുക്കൊരു ഹാപ്പിനെസ്സാണ് ഉണ്ടാവുക. അവിടെ ശരീരം റിജക്റ്റ് ചെയ്യുന്നില്ല, ശരീരം അവിടെ ഓപ്പൺ ആണെന്നാണ് അതിൻ്റെ മീനിങ്. ഈ ഒരു വ്യക്തി ആരും ആകാം, നിങ്ങളുടെ പാരൻസ് ആകാം, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആവാം, നെയ്ബേഴ്സ് ആവാം, അല്ലെങ്കിൽ ലവർ ആകാം, ആരും ആകാം. അപ്പം നമ്മളിങ്ങനെ നമ്മുടെ ശരീരത്തെ ട്യൂൺ ചെയ്ത് വെക്കണം എന്നാണ് പറയുന്നത്. അതായത് ശരീരത്തിൻ്റെ ഭാഷയെ മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്നുള്ളത്. നമ്മുടെ ശരീരം നമുക്ക് ശരിക്കും കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസ് തരുന്നുണ്ട്. ആ ഗൈഡൻസ് നമുക്ക് ഒരു ഗുരു തരുന്നതിനേക്കാൾ ഉപരി, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി തരുന്നതിനേക്കാൾ ഉപരി നമുക്ക് നമ്മുടെ ഗൈഡൻസ് കറക്റ്റ് തരുന്നത് നമ്മുടെ ബോഡിയാണ്. ഈ ബോഡിയെ ശരിക്കും ട്യൂൺ ചെയ്ത് വെച്ചാൽ നമുക്ക് ഈ ബോഡീൻ്റെ ലാംഗ്വേജ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും, നമ്മളോട് ഈ ബോഡി എന്താണ് പറയുന്നത് എന്നുള്ളത്. അപ്പം ബോഡിക്ക് കറക്റ്റ് അറിയാം നമ്മളിലേക്ക് വരുന്ന ആ ഒരു വ്യക്തി നമ്മൾക്ക് നല്ലതാണോ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാഹചര്യം നമുക്ക് നല്ലതാണോ എന്നുള്ളത് കറക്റ്റ് നമുക്ക് ബോഡി തന്നെ നമുക്ക് മനസ്സിലാക്കി തരും. അങ്ങനെ ഈ ബോഡി മെമ്മറി ഒന്ന് ശ്രദ്ധിക്കണം, ശരീരത്തെ ട്യൂൺ ചെയ്ത് വെക്കണം എന്നാണ് ഇത് പറയുന്നത്. അതുതന്നെയാണ് ഇല്യൂഷനായിട്ട് വരുന്നത്. നമ്മുടെ ഇല്യൂഷൻ ശരിക്കും നമുക്ക് ബോഡി വഴിയാണ് പുറത്തോട്ടേക്ക് വരുന്നത്. ആ ഒരു ഇല്യൂഷൻ ശരിക്കും നമുക്ക് നല്ല കാര്യം, ചില കാര്യം നമുക്ക് ചെയ്യുമ്പോൾ അത് ചെയ്യണ്ട എന്നിങ്ങനെ മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ആ സമയത്ത് നമ്മളെ ബോഡിയും കൂടി നമ്മൾ ശ്രദ്ധിക്കുമ്പം ബോഡിയിൽ അവിടെ ഒരു ഫ്രീനെസ് വരുന്നില്ലെങ്കിൽ, ഫ്രീ ആവാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അത് നമുക്ക് റോങ് ആയിട്ടുള്ള കാര്യമാണ് എന്നാണ്. അവിടെ നമുക്ക് ബോഡി ഫ്രീ ആയിട്ടാണെങ്കിൽ നമ്മുടെ തേർഡ് ഐ അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ബോഡി അവിടെ ഫ്രീ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ആ ഒരു സാഹചര്യം, അല്ലെങ്കിൽ നമ്മൾ എന്താണോ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഒരു വ്യക്തിയോടാണ് നമുക്ക് അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതെങ്കിൽ ആ ഒരു കാര്യം റൈറ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്നാണ് മീനിങ്. ബോഡി അവിടെ ഫ്രീ ആവുന്നുണ്ടെങ്കിൽ, അതല്ല ബോഡിയിൽ ടൈറ്റ് വരുന്നുണ്ടെങ്കിൽ, ഈ ബോഡി ടൈറ്റ് എന്ന് പറയുന്നത് അസ്വസ്ഥതയാണ്. ഈ അസ്വസ്ഥത നമുക്ക് വരുന്നത് ബോഡി ടൈറ്റ് ആകുമ്പോഴാണ്. അപ്പോൾ ആ ബോഡിയിൽ ടൈറ്റാണ് വരുന്നതെങ്കിൽ അത് നമുക്ക് വേണ്ടാത്ത കാര്യം, റോങ് ആയിട്ടുള്ള കാര്യമാണ്, അത് ഉപേക്ഷിക്കണം എന്നാണ് നിങ്ങളുടെ ഇല്യൂഷൻ നിങ്ങളോട് പറയുന്നത്. ഇങ്ങനെയാണ് ഇല്യൂഷൻ കണ്ടുപിടിക്കുക. ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു, റിപ്പീറ്റ് ചെയ്യുന്നില്ല. പിന്നെ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് വാദ എന്ന് പറയുന്ന കാർഡാണ്. അത് കൂടുതൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇവിടെ കാണിക്കുന്നത് നിങ്ങളുടെ മനസ്സിന് എന്താണോ തോന്നുന്നത് അത് ചെയ്യുക എന്നുള്ളതാണ്. മനസ്സിൻ്റെ ഒരു തോന്നൽ ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ അത് റൈറ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്നാണ് കാണിക്കുന്നത്. ആജ്ഞ കാണിക്കുന്നത് പോലെ തന്നെ, ആജ്ഞ എന്ന് കാണിക്കുന്നത്
ഒരു ഇല്യൂഷനാണല്ലോ. അവിടെ ബാധ കാണിക്കുന്നതും അത് തന്നെയാണ്. നിങ്ങളുടെ ആ ഇല്യൂഷനെ പിന്തുടരുക എന്നുള്ളതാണ് കാണിക്കുന്നത്. ആ സമയത്ത്, അതായത് ഇത്രയും കാലം നിങ്ങൾ എന്തൊക്കെ പ്രാക്ടീസ് ചെയ്തോ, എന്തൊക്കെ നിങ്ങളിൽ മാറ്റം വരുത്താൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തോ, അതൊക്കെ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നതെന്ന് വെച്ചാൽ റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് എന്നാണ് കാണിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഇല്യൂഷൻ വരും, റൈറ്റ് ആണോ റോങ് ആണോ എന്നുള്ളത്. അങ്ങനെ റൈറ്റ് മാത്രമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരും. റോങ് ആയിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് നിങ്ങളിൽ നിന്ന് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളിപ്പം ആ ഒരു ഫ്യൂച്ചറിലേക്ക് നിങ്ങളെ ഇത് കണക്ട് ചെയ്യുന്നത്. നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതൊക്കെ ഭാവിയിൽ നിങ്ങളിലേക്ക് വരുന്ന തെറ്റായ കാര്യങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതിലോട്ടേക്കാണ് നിങ്ങൾ കണക്ട് ചെയ്ത് വരുന്നതായിട്ട് മനസ്സിലാവുന്നത്. കൂടുതലും ഇവിടെ സ്പിരിച്വലായിട്ടാണ് കാണിക്കുന്നത്. അതായത് നിങ്ങളുടെ സ്പിരിച്വൽ എനർജി ഹൈ ആവുന്നുണ്ടെന്നുള്ളതാണ് മനസ്സിലാവുന്നത്. നിങ്ങൾ സ്പിരിച്വൽ പ്രാക്ടീസസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. അപ്പോൾ ഇനി നിങ്ങളുടെ ലൈഫിലെ കർമാസൊക്കെ അവിടെ മാറുകയാണ് ചെയ്യുന്നത്. ബോഡി മെമ്മറീസ് ആണെങ്കിലും ബോഡിയൊക്കെ ക്ലീൻ ആയിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ്, ബോഡി ഫ്രീ ആവുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഈ ഫ്രീ ആവുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ റൈറ്റ് ആയിട്ടുള്ള കാര്യത്തിലോട്ടേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതിന് കറക്റ്റായിട്ടുള്ള ഇല്യൂഷൻ നിങ്ങൾക്ക് വരും. നിങ്ങളുടെ തേർഡ് ഐ ഓപ്പൺ ആവുന്നുണ്ട്. തേർഡ് ഐ ഓപ്പൺ ആവുന്നതിലൂടെ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളുടെ ലൈഫിലോട്ടേക്ക് വരുന്നത്. മാത്രമല്ല, ഇപ്പം നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നത് ഇതുവരെയും നിങ്ങൾ മനസ്സിൽ കാണാത്ത എന്തെങ്കിലും കാര്യമാണെങ്കിൽ, അതായത് പലരും പറയും വിചാരിക്കാത്ത കാര്യമാണ് എൻ്റെ ലൈഫിൽ ഇപ്പം നടക്കുന്നത്, ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എൻ്റെ ലൈഫ് ഇങ്ങനെ ആകുമെന്നൊക്കെ ഉള്ളതെന്ന്. ഈ ഒരു കാര്യം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ പറയേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളുടെ തേർഡ് ഐ അവിടെ ഓപ്പൺ അല്ല എന്നുള്ളതാണ്. നിങ്ങളുടെ തേർഡ് ഐയിൽ എന്തോ ഒരു ബ്ലോക്ക് ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങളുടെ തേർഡ് ഐ ഓപ്പൺ ആണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് മനസ്സിൽ കാണാൻ പറ്റാത്തൊരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരില്ല. അവിടെ തേർഡ് ഐ ഓപ്പൺ ആണെങ്കിൽ റൈറ്റ് ആയ കാര്യങ്ങളിലേക്ക് മാത്രമേ നിങ്ങൾ കണക്റ്റ് ആവൂ. അപ്പോൾ നിങ്ങളുടെ തേർഡ് ഐയിൽ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളിങ്ങനെ ചിന്തിച്ചാൽ മതി. നിങ്ങൾ ഒരിക്കൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് നിങ്ങളുടെ തേർഡ് ഐ ബ്ലോക്ക് ആണെന്ന്. അപ്പോൾ നിങ്ങളിവിടെ എന്തെങ്കിലും സ്പിരിച്വൽ പ്രാക്ടീസസൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിപ്പോൾ നിങ്ങളെ കൊണ്ടുപോകുന്നതെന്ന് വെച്ചാൽ റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കാണ്. ഇനി അതിൻ്റെ ഭാവി എന്ന് പറയുന്നത് ഇവിടെ നിങ്ങളുടെ കർമ്മ ക്ലിയർ ആവുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഡബിള് കാണിക്കുന്നതും പിന്നെ ഏസ് ഓഫ് സോഡ്സ് കാണിക്കുന്നതെന്ന് വെച്ചാൽ ആ കർമ്മ ക്ലിയർ ആയിട്ട് നിങ്ങൾ പുതിയൊരു ഇതിലോട്ടേക്ക് വരുന്നുണ്ട്. അതായത് എനിക്കിവിടെ മനസ്സിലാകുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ പോയി കണക്റ്റ് ആവുന്നത് നിങ്ങളുടെ പൂർവികരായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിച്ച് ബാക്കിയുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടാവും. അവർ നിങ്ങൾ വഴി ഈ ഒരു കാര്യം നടത്തിയെടുക്കുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അവരുടെ ആഗ്രഹം നിങ്ങളിലൂടെ നടക്കുന്ന, അവരുടെ ആഗ്രഹമല്ലാതെ അവർ ചെയ്യണം എന്ന് വിചാരിച്ച് ചെയ്യാൻ പറ്റാതിരുന്ന എന്തോ ഒരു കാര്യം അത് നിങ്ങളിലൂടെയാണ് നടന്നു വരുന്നത്. ഇനി ആ ഒരു ഇതിലോട്ടേക്കാണ് നിങ്ങളിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഭാവിയിൽ ഈ ഒരു ഇതിലോട്ടേക്കാണ് കണക്റ്റ് ആവാൻ പോകുന്നത്. നിങ്ങളുടെ ഫെമിനൈൻ എനർജി ഇവിടെ ഉയർന്നു വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ക്യൂൻ ഓഫ് കപ്സും എംപ്രസ് ഒക്കെ കാണിക്കുന്നത് നിങ്ങളുടെ ഫെമിനൈൻ എനർജി ഡിവൈനിറ്റിയിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇവിടെ പലരും ഹെർമിറ്റ് എനർജിയിലാണുള്ളത്. അതായത് സ്വയം ചിന്തിക്കാനും സ്വയം കണ്ടെത്താനും തുടങ്ങി. ഞാൻ ആരാണ് എന്നുള്ള ആ ഒരു കണ്ടെത്തൽ ഇവിടെ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതിലൂടെയാണ് നിങ്ങളുടെ ആ ഒരു പൂർവികരായിട്ട് എന്തോ ഒരു ചെയ്യാൻ ബാക്കിയുള്ള എന്തോ ഒരു കാര്യം ചെയ്യാൻ പോകുന്നത്. അതിന് നിങ്ങൾക്ക് മനഃശക്തി വേണം അത് ചെയ്യാൻ വേണ്ടി. പിന്നെ നിങ്ങളുടെ കർമാസൊക്കെ ക്ലിയർ ആവാനുണ്ട്. അതിലോട്ടേക്കാണ് നിങ്ങൾ കണക്റ്റ് ആവുന്നത്. അതാണ് നിങ്ങളിൽ നടക്കാൻ പോകുന്നത്. അത് നിങ്ങളുടെ അച്ഛൻ്റെ ഫാമിലിയിലുള്ള ആരെങ്കിലും ചെയ്യാൻ വേണ്ടി ബാക്കി വെച്ച ഒരു കാര്യമായിരിക്കാം. അങ്ങനെ എന്തോ ഒരു കാര്യത്തിലോട്ടേക്കാണ് നിങ്ങൾ കണക്റ്റ് ആവുന്നത്. അതിന് നിങ്ങൾക്ക് ആ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഫെമിനൈൻ എനർജി ആവശ്യമാണെന്ന് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ സ്പിരിച്വൽ റെലവായിട്ട് കണക്റ്റ് ആയത്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായ സോൾ പർപ്പസ് ഉണ്ടാവും. അതിലുപരി നിങ്ങളിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളെ കൊണ്ടുപോകുന്നത് ഈ പൂർവികർ ചെയ്യാൻ വേണ്ടി ബാക്കി വെച്ച കാര്യത്തിലേക്കാണ്. അതിന് ശേഷമായിരിക്കാം നിങ്ങളുടേതായ ഒരു സോൾ പർപ്പസിലോട്ടേക്ക് കണക്റ്റ് ആവുന്നതെന്നാണ് മനസ്സിലാവുന്നത്. പിന്നെ നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഒരു സ്റ്റെബിലിറ്റി ഒക്കെ വരുന്നുണ്ട്. ഈ നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതൊക്കെ നിങ്ങളൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിലേക്കും കൊണ്ടുപോകുന്നുണ്ട്, സ്പിരിച്വൽ ഗ്രോത്തിലേക്കും കൊണ്ടുപോകുന്നുണ്ട്. രണ്ട് കാര്യങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നുണ്ട്. സ്പിരിച്വൽ ഗ്രോത്ത് വരുന്നതും
നിങ്ങൾക്ക്, അതായത് സ്പിരിച്വൽ ഗ്രോത്ത് വരുന്നത് നിങ്ങൾക്ക് നിങ്ങളുടേതായ സോൾ പേർപ്പസ് ചെയ്യാൻ വേണ്ടിയാണ്. ഫിനാൻഷ്യൽ ഗ്രോത്ത് വരുന്നത് ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു പൂർവികരെ എന്തോ ഒരു ആഗ്രഹത്തിൻ്റെ ഒരു ബാക്കിയുണ്ട്, അത് അവർക്ക് നടത്താൻ പറ്റിയില്ല, നിങ്ങളിലൂടെ നടത്തുന്നതാണ് എന്നുള്ളത്. ആ ഒരു കാര്യത്തിലേക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വരുന്നത്. മേ ബി അവരാഗ്രഹിച്ച ആ ഒരു കാര്യം ചെയ്യണമെങ്കിൽ സാമ്പത്തികമായിട്ട് ഉയരേണ്ട അവസ്ഥ വേണ്ടി വന്നേക്കാം, ഒരുപാട് പൈസയൊക്കെ വേണ്ടി വന്നേക്കാം. അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ആ ഒരു സ്റ്റെബിലിറ്റി, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വരുന്നത് പൂർവികരെ ആ ഒരു ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. പിന്നെ നിങ്ങളുടെ പാഷൻ എന്താണോ അതിലോട്ടേക്കും കണക്റ്റ് ആവുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തൊരു ജോലിയിലൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ പോയി കണക്റ്റ് ആവുന്നത് നിങ്ങൾക്ക് താല്പര്യമുള്ള ജോലിയിലാണ്. അതിലൂടെ ശരിക്കും നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വരും. ആ സ്റ്റെബിലിറ്റിയിലൂടെയാണ് ആദ്യം പറഞ്ഞ സോൾ പേർപ്പസ് ചെയ്യേണ്ടത്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾക്ക് നിങ്ങളുടേതായ ആ സോൾ പേർപ്പസിലോട്ടേക്ക് നിങ്ങൾ കണക്റ്റ് ആവുന്നത്. അപ്പോൾ ഈ ഒരു ഇതിൽ റീഡ് ചെയ്തത് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ, ലൈഫിൻ്റെ പാറ്റേണോ നിങ്ങളുടെ ഡെയിലി റൊട്ടീനോ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ നല്ലതിന് വേണ്ടി നിങ്ങൾ മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം നിങ്ങളുടെ ഭാവിയിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തുന്നത് എന്നുള്ളതാണ്. അപ്പോൾ മെയിനായിട്ട് വന്ന മാറ്റങ്ങളാണ് ഞാനിപ്പോൾ റീഡ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റീഡിങ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.